ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എർത്തിങ്ങിനെ പറ്റിയാണ്. ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ എർത്തിങ്ങിനുള്ള പ്രാധാന്യത്തെപ്പറ്റിയും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള എർത്തിങ്ങിനെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ എർത്തിങ്ങിനുള്ള പ്രാധാന്യം എന്താണ്, എങ്ങനെയാണ് ഒരു എർത്തിങ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് KCBയിൽ നിന്ന് ഫേസ് ന്യൂട്രൽ ടെർമിനലാണ് ലഭിക്കുന്നത്. എർത്ത് വയർ ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. KCBയുടെ സപ്ലൈയിൽ ഒരിക്കലും നമുക്ക് എർത്ത് വയർ ലഭിക്കുന്നില്ല, പകരം ഫേസ് ന്യൂട്രൽ ലൈനുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ ഫേസ് ന്യൂട്രൽ ലൈനുകൾ ഒരു ഹോം അപ്ലയൻസസിൻ്റെ ടെർമിനലിൽ കണക്ട് ചെയ്യുമ്പോൾ ആ എക്യുപ്മെൻറ്റിന് എർത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കാലപ്പഴക്കം ചെന്ന് കഴിയുമ്പം ഇൻസുലേഷൻ്റെ തകരാറ് മൂലം ഫേസിൽ കൂടി ഒഴുകുന്ന കറണ്ട് പതുക്കെ ലീക്കായി ആ എക്യുപ്മെൻറ്റിൻ്റെ ബോഡിയിൽ പാസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഷോക്ക് ഏൽക്കുകയും മറ്റ് അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നതാണ്. എർത്ത് വയർ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എർത്ത് വയർ കണക്ട് ചെയ്യുന്നത് ഒരു എക്യുപ്മെൻറ്റിൻ്റെ ബോഡിയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എക്യുപ്മെൻറ്റിൻ്റെ ഒരു എർത്ത് ഫാൾട്ട് ഉണ്ടായി കഴിയുമ്പം കറണ്ട് പാസ് ചെയ്യുന്നത് എപ്പോഴും റെസിസ്റ്റൻസ് കുറഞ്ഞ വഴിയിലൂടെ ആയിരിക്കും. എർത്ത് വയറിൻ്റെ റെസിസ്റ്റൻസ് ബോഡി റെസിസ്റ്റൻസിനേക്കാളും കുറവായതുകൊണ്ട് തന്നെ ഫാൾട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും എർത്ത് വയറിൽ കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഷോക്ക് ഏക്കാണ്ട് പ്രൊട്ടക്ഷൻ നൽകാനായിട്ട് എർത്ത് വയർ സഹായകമാകും. അതുകൂടാതെ തന്നെ ഇലക്ട്രിക് ഫയറിൽ നിന്നും ഇടിമിന്നലിൽ നിന്നും സംരക്ഷണം നൽകാനായി എർത്തിങ് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന രണ്ട് എർത്തിങ് സിസ്റ്റത്തെക്കുറിച്ചാണ്. അവ പ്ലേറ്റ് എർത്തിങ്ങും പൈപ്പ് എർത്തിങ്ങുമാണ്. നമുക്ക് ആദ്യമായി തന്നെ പൈപ്പ് എർത്തിങ്ങിനെ പറ്റി ഒന്ന് പഠിക്കാം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പൈപ്പ് എർത്തിങ് ആണ്. പൈപ്പ് എർത്തിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എർത്ത് ഇലക്ട്രോഡ്. എർത്ത് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത് GI പൈപ്പാണ്, അതായത് ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്. പൈപ്പ് എർത്തിങ്ങിൽ ഉപയോഗിക്കുന്ന GI പൈപ്പിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഇപ്രകാരമാണ്. 2.5 മീറ്റർ നീളവും 38 മില്ലിമീറ്റർ ഡയമീറ്ററുമുള്ള ഒരു GI പൈപ്പും, അതുകൂടാതെ തന്നെ 1.25 മീറ്റർ നീളവും 19 മില്ലിമീറ്റർ ഡയമീറ്ററുമുള്ള വേറൊരു GI പൈപ്പും ആവശ്യമാണ്. സോയിൽ റെസിസ്റ്റിവിറ്റിയുടെ അളവനുസരിച്ച് ഈ അളവുകൾക്ക് മാറ്റം സംഭവിച്ചേക്കാം. പൈപ്പ് എർത്തിങ് സ്ഥാപിക്കുന്നതിനാവശ്യമായി ഒരു GI പൈപ്പ് സംഘടിപ്പിക്കുക. അതിനുശേഷം GI പൈപ്പിൻ്റെ 12 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിൽ ചെറിയ സുഷിരങ്ങൾ നിർമ്മിക്കുക. GI പൈപ്പ് സ്ഥാപിക്കാനായി 3.75 മീറ്റർ ആഴമുള്ളൊരു കുഴിയെടുക്കുക. അതിൽ 2.5 മീറ്റർ നീളമുള്ള GI പൈപ്പ് സ്ഥാപിക്കുക. എർത്ത് പിറ്റിൽ GI പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം GI പൈപ്പിനെ കവർ ചെയ്തുകൊണ്ട് ചാർക്കോൾ നിക്ഷേപിക്കുക. ചാർക്കോൾ GI പൈപ്പിന് ചുറ്റും ഇട്ടതിന് ശേഷം അടുത്ത ലെയറായിട്ട് സോൾട്ട് GI പൈപ്പിന് ചുറ്റും ഇടുക. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ലെയറായിട്ട് ചാർക്കോളും സോൾട്ടും GI പൈപ്പിനെ കവർ ചെയ്തുകൊണ്ട് ഇടേണ്ടതാണ്. എർത്ത് പിറ്റിൽ ചാർക്കോളും സോൾട്ടും ഇടാനായിട്ട് കാരണം ചാർക്കോളിൽ ഈർപ്പം കൂടുതൽ സമയം നിലനിൽക്കും എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ സോൾട്ട് എർത്ത് പിറ്റിൽ ഇടാനായിട്ട് കാരണം ചാർക്കോളും എർത്ത് ഇലക്ട്രോഡായ GI പൈപ്പിലും തമ്മിലുള്ള കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ശരിക്കും സോൾട്ട് ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. GI പൈപ്പിൻ്റെ മുകൾ വശത്ത് 1.25 മീറ്റർ നീളവും 19 മില്ലിമീറ്റർ ഡയമീറ്ററുമുള്ള മറ്റൊരു GI പൈപ്പ് ഒരു റെഡ്യൂസറിൻ്റെ സഹായത്തോടെ കണക്ട് ചെയ്യുക. ഈ GI പൈപ്പിൻ്റെ ഏറ്റവും മുകൾ വശത്തായിട്ട് ഒരു ഫണലും കൂടി സെറ്റ് ചെയ്യുക. ഈ ഫണൽ സെറ്റ് ചെയ്യാൻ കാരണം വേനൽക്കാല സമയത്ത് മണ്ണിൻ്റെ സോയിൽ റെസിസ്റ്റിവിറ്റി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ഈ ഫർണസിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ മണ്ണിൻ്റെ സോയിൽ റെസിസ്റ്റിവിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ എർത്ത് പിറ്റിന് ചുറ്റുമായിട്ട് ഒരു കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു കവർ സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ്. ആവശ്യമുള്ള സമയത്ത് ഈ കാസ്റ്റ് അയണിൻ്റെ കവർ ഓപ്പൺ ചെയ്ത് ഇൻസ്പെക്ഷൻ നടത്താനും അതുപോലെ തന്നെ വെള്ളം ഒഴിക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഒരു ഹൗസ് വയറിങ്ങിലുള്ള അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലുള്ള എർത്ത് വയറുകളെല്ലാം നമ്മൾ എർത്തിങ് ലീഡ്സ് എന്നാണ് പറയുന്നത്. ഈ എർത്തിങ് ലീഡ്സ് എല്ലാം കണക്ട് ചെയ്യുന്നത് GI പൈപ്പിൻ്റെ ഏറ്റവും മുകളിൽ ഒരു നെറ്റ് ബോൾട്ടിൻ്റെ സഹായത്തോടെയാണ്. ഇതൊക്കെയാണ് പൈപ്പ് എർത്തിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. വളരെ വ്യാപകമായി ഹൗസ് വയറിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു എർത്തിങ് രീതിയാണ് പൈപ്പ് എർത്തിങ്. ഇനി നമുക്ക് പ്ലേറ്റ് എർത്തിങ്ങിനെ കുറിച്ച് പഠിക്കാം. പ്ലേറ്റ് എർത്തിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, ഇതിൽ എർത്ത് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് കോപ്പർ കൊണ്ട് നിർമ്മിച്ചതോ GI കൊണ്ട് നിർമ്മിച്ചതോ ആയ പ്ലേറ്റ് ഇലക്ട്രോഡാണ്. ഇതിൽ കോപ്പർ കൊണ്ടുള്ള പ്ലേറ്റ് ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് ഇപ്രകാരമാണ്: 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 3 മില്ലിമീറ്റർ. നീളവും വീതിയും 60 സെൻറ്റിമീറ്റർ വീതമാണ്. അതിൻ്റെ തിക്നെസ് 3 മില്ലിമീറ്റർ ആണ്. പ്ലേറ്റ് ഇലക്ട്രോഡായിട്ട് GI മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ തിക്നെസ്സിന് വ്യത്യാസമുണ്ട്. തിക്നെസ് 6 മില്ലിമീറ്റർ ആണ് അതിനാവശ്യമായി വരുന്നത്. ബാക്കി നീളവും വീതിയും എല്ലാം കോപ്പർ മെറ്റീരിയലിൻ്റെയും GI മെറ്റീരിയലിൻ്റെയും ഒരുപോലെ തന്നെയാണ്. എർത്ത് ഇലക്ട്രോഡ് സ്ഥാപിക്കാനായി 3 മീറ്റർ ആഴത്തിലൊരു കുഴിയെടുക്കുക. അതിൽ പ്ലേറ്റ് ഇലക്ട്രോഡ് വെർട്ടിക്കലായി സ്ഥാപിക്കുക. 1.25 മീറ്റർ നീളവും 19 മില്ലിമീറ്റർ ഡയമീറ്ററുമുള്ള GI പൈപ്പ് പ്ലേറ്റ് ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം ചാർക്കോളിൻ്റെയും സോൾട്ടിൻ്റെയും ഓൾട്ടർനേറ്റീവ് ലെയർ എർത്ത് പിറ്റിൽ നിക്ഷേപിക്കുക.
മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താനായി ചാർക്കോളിൻ്റെയും സോൾട്ടിൻ്റെയും കൂടെ മണലും കൂടി ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും മുകളിലായി സിമെൻറ്റ് കോൺക്രീറ്റ് കൊണ്ട് ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഒരു ഫണലും കൂടി സെറ്റ് ചെയ്യുക. അതായത് വേനൽക്കാല സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് ഈ ഫണൽ സെറ്റ് ചെയ്യുന്നത്. ഈ കോൺക്രീറ്റ് ടാങ്കിൻ്റെ മുകൾ വശത്തായിട്ട് ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു കവറും കൂടി സെറ്റ് ചെയ്യുക. എർത്ത് ടെർമിനൽ കണക്ട് ചെയ്യുന്നത് പ്ലേറ്റ് ഇലക്ട്രോഡിലേക്കാണ്. ഒരു നെറ്റ് ബോൾട്ടിൻ്റെ സഹായത്തോടെയാണ് എർത്ത് ടെർമിനൽ കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്ലേറ്റ് എർത്തിങ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലാണ്. ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ ഇവ ഉപയോഗിക്കുന്നത് ഇൻ്റർലിങ്ക് ചെയ്താണ് ഉപയോഗിക്കാറ്. ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ എർത്തിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്ലേറ്റ് എർത്തിങ്, പൈപ്പ് എർത്തിങ്ങിനെ കുറിച്ചും നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.